ഹലോ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ 8ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠമായിട്ടുള്ള കോശങ്ങളും കോശജാലങ്ങളുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കോശ അംഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? പഠിച്ചു കഴിഞ്ഞില്ല, കുറച്ചുകൂടെ കോശ അംഗങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൈവകണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ജൈവകണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുവാനും സംഭരിക്കുവാനും സഹായിക്കുന്ന സസ്യകോശങ്ങളിലുള്ള പ്രത്യേക ഭാഗങ്ങളാണ്. അപ്പം ഇവിടെ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത് ജൈവകണങ്ങളുടെ ധർമ്മമാണ് കേട്ടോ. ജൈവകണങ്ങളുടെ ധർമ്മം: ആഹാരം നിർമ്മിക്കുക, സംഭരിക്കുക. ആഹാരം നിർമ്മിക്കുക, സംഭരിക്കുക. ഇതാണ് ജൈവകണങ്ങളുടെ ധർമ്മം. ആ ഒരു പോയിന്റ് മാത്രം ഇവിടെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ആഹാരം നിർമ്മിക്കുന്നു, അതിനെ സംഭരിക്കുന്നു. പക്ഷേ ജൈവകണങ്ങൾ എന്ന് പറയുമ്പോൾ വിവിധ തരമുണ്ട്. വ്യത്യസ്ത തരം ജൈവകണങ്ങളാണ് നമുക്കുള്ളത്. അതിൽ ആദ്യത്തെയാണ് ഹരിതകണം. നമുക്കറിയാം അല്ലേ, ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ് ഹരിതകം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഹരിതകണങ്ങൾ ഇലകളിലും തണ്ടുകളിലും കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണങ്ങളാണ് ഇവ. നമുക്ക് അറിയാലോ, കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയേണ്ട കാര്യമില്ല, ഫോക്കസ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. ഹരിതകണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിലും തണ്ടുകളിലും കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണം. ഓർത്ത് വയ്ക്കുക, പച്ച നിറമുള്ള ജൈവകണം. നമുക്ക് ഹരിതകണം പച്ചയാണെന്ന് അറിയാം എല്ലാവർക്കും. പക്ഷേ എന്നിട്ടും ഇവിടെ എന്തിനായിരിക്കണം എടുത്തു പറഞ്ഞത് പച്ച നിറം? പച്ചയല്ലാത്ത ജൈവകണങ്ങളും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവയിൽ ഹരിതകം എന്ന വർണ്ണകം അടങ്ങിയിട്ടുണ്ട്. ഇത് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജൈവകണം. ഈ ജൈവകണം എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുണ്ട്. ജൈവകണത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ആഹാരം എന്ത് ചെയ്യണം? നിർമ്മിക്കുന്നു, സംഭരിക്കുന്നു. ആഹാരം നിർമ്മാണം, സംഭരണം. ഇതാണ് ജൈവകണത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ ആദ്യത്തെ ജൈവകണമാണ് ഏത്? ഹരിതകണം. ഈ ഹരിതകണം എന്താണ്? ഇലകളിലും തണ്ടുകളിലും കാണപ്പെടുന്ന പച്ച നിറമാണുള്ളത്. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകണമാണ്. ഇനി വർണ്ണകണം, അതായത് പല നിറത്തിലുള്ള കണങ്ങൾ. പഴങ്ങളിലും പൂക്കളിലും കാണപ്പെടുന്ന വർണ്ണാഭമായ ജൈവകണങ്ങളാണ് ഇവ. ഈ ജൈവകണങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ലോകം ഇത്ര കളർഫുള്ളായിരിക്കുന്നത് കേട്ടോ അല്ലേ. വൈവിധ്യമാർന്ന നിറങ്ങളുള്ള പൂക്കളും അല്ലേ, ഗാർഡനിലൊക്കെ എന്തോരം അല്ലേ, വിവിധ തരം. അപ്പം പഴങ്ങളിലും പൂക്കളിലും കാണപ്പെടുന്ന വർണ്ണാഭമായ ജൈവകണങ്ങൾ, അതായത് പഴങ്ങൾക്കും പൂക്കൾക്കും ഒക്കെ നിറം കൊടുക്കുന്ന പ്രത്യേകതരം കോശാംഗങ്ങളാണ് ഈ വർണ്ണകണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഹരിതകണത്തിൻ്റെ ധർമ്മമാണെങ്കിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു. ഹരിതകണമാണെങ്കിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു. വർണ്ണകണം എന്താണ് ചെയ്യുന്നത്? പഴങ്ങൾക്കും പൂക്കൾക്കുമെല്ലാം നിറം കൊടുക്കുന്നത് വർണ്ണകണമാണ്. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ നൽകുന്ന വർണ്ണകങ്ങളുണ്ട്. ഇപ്പം മേജറായിട്ട് ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ ഈ നിറങ്ങൾ പരാഗണത്തിനും വിത്ത് വിതരണത്തിനും സഹായിക്കുന്ന ജീവികളെ ആകർഷിക്കുന്നു അല്ലേ. ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സ് ഇങ്ങനെ അല്ലേ, പൂക്കളെല്ലാം ഭയങ്കര കളർഫുള്ളായിട്ട് വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻസെക്റ്റിനല്ലേ, തേനീച്ചയായാലും വണ്ടായാലും പൂമ്പാറ്റയായാലും അവർക്ക് അതിൽ പോയി ഇരുന്ന് അതിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ടല്ലേ ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ നൽകുന്ന വർണ്ണകങ്ങളുണ്ട്. അപ്പം അട്രാക്റ്റ് ചെയ്ത് പരാഗണത്തിന് സഹായിക്കുന്നു. പരാഗണത്തിനും വിത്ത് വിതരണത്തിനും സഹായിക്കുന്നത് വർണ്ണകണം. അപ്പം ഹരിതകണത്തിൻ്റെ ധർമ്മം സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുക. വർണ്ണകണം പൂക്കൾക്കും നിറങ്ങൾക്കും നിറം കൊടുക്കുന്നു. പരാഗണത്തിനും വിത്ത് വിതരണത്തിനും സഹായിക്കുന്ന ജീവികളെ അതിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുന്നു. അല്ലാതെ വർണ്ണകണം പരാഗണത്തിന് സഹായിക്കുന്നു എന്നല്ല, വിത്ത് വിതരണത്തിന് സഹായിക്കുന്നു എന്നല്ല, അതിന് സഹായിക്കുന്ന ജീവികളെ ആകർഷിക്കാനായിട്ട് സഹായിക്കുന്നു. അടുത്തത് ശ്വേതകണങ്ങളാണ് കേട്ടോ. ശ്വേതം എന്ന് വെച്ചാൽ എന്താണ്? വെളുത്ത നിറം എന്നാണ് അർത്ഥം അല്ലേ. വിത്തുകൾ, വേരുകൾ, തണ്ടുകൾ എന്നിവയിൽ കാണപ്പെടുന്ന വെളുത്തതോ നിറമില്ലാത്തതോ ആയ ജൈവകണങ്ങളാണ്. അപ്പം ശ്വേതം എന്നാൽ വെളുത്തതാണ്, പക്ഷേ നിറമില്ലാത്തതുമായിട്ടുള്ള ജൈവകണങ്ങൾ എന്തു പറയാം? ശ്വേതകണങ്ങൾ. പ്രധാനമായും അന്നജം, എണ്ണ, പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്നത് ശ്വേതകണങ്ങളിലാണ് കേട്ടോ. അപ്പം നമ്മുടെ കപ്പയൊക്കെ ഇല്ലേ, കപ്പക്കൊള്ളി, അതിൽ വെള്ള നിറമാണല്ലേ. അപ്പം ശ്വേതകണം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ധാരാളം എന്തുണ്ട്? അന്നജം ഉണ്ടല്ലേ, സ്റ്റാർച്ച്, പിന്നെ എണ്ണ, പ്രോട്ടീൻ ഇതെല്ലാം സംഭരിക്കുന്നത് ശ്വേതകണങ്ങളിലാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം പഠിച്ചു ജൈവകണങ്ങൾ എന്താണ്? നിർമ്മിക്കാനും സംഭരിക്കാനും, ആഹാരം നിർമ്മിക്കാനും സംഭരിക്കാനും സഹായിക്കുന്ന
കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ എന്ന് പഠിച്ചു. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് ആഹാര സംഭരണം അല്ലേ, ശ്വേതകണമാണ് പ്രധാനമായും ആഹാരം സംഭരിക്കുന്നത്. ആഹാരം നിർമ്മിക്കാൻ സഹായിക്കുന്ന ജൈവകണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹരിതകമാണ് കേട്ടോ. ആഹാരം സംഭരിക്കാൻ സഹായിക്കുന്നത് ചോദിച്ചാൽ ശ്വേതകണമാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ജൈവകണങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് ഫേനം അഥവാ വാക്യൂൾ. ഫേനം അഥവാ വാക്യൂൾ ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്നു. അപ്പം ഫേനം അഥവാ വാക്യൂൾ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് ഫേനം. അതായത് സസ്യകോശത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഒരു സ്പേസ്, അതാണ് ഫേനം. ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്നു കേട്ടോ. ആഹാര സംഭരണം എന്ന് ചോദിച്ചാൽ അത് ഫേനമല്ല. ആഹാര സംഭരണം നമ്മുടെ ശ്വേതകണങ്ങളിലാണല്ലേ. ആഹാര സംഭരണം ശ്വേതകണങ്ങളിലാണ്. ഫേനാണെങ്കിൽ എന്താ ചെയ്യുന്നത്? വെള്ളം സംഭരിക്കുന്നു, പോഷകങ്ങൾ സംഭരിച്ചു വയ്ക്കുന്നു, മാലിന്യങ്ങളല്ലേ, ജീവപ്രവർത്തനങ്ങൾക്ക് ശേഷം വരുന്ന മാലിന്യങ്ങളെ സംഭരിക്കുന്നു. സസ്യകോശങ്ങളിൽ പൊതുവെ വലിയ ഫേനം കാണപ്പെടുന്നു അല്ലേ. സസ്യകോശവും ജന്തുകോശവും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് സസ്യകോശങ്ങളിൽ ഫേനം വലുതാണ്. അടുത്തത് റൈബോസോം. വളരെ പ്രധാനപ്പെട്ട ഒരു കോശാംഗമാണ് റൈബോസോം. കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ അന്തർദ്രവ്യ ജാലികയോട് ചേർന്നോ കാണപ്പെടുന്നു കേട്ടോ. അപ്പം നമുക്കറിയാം, സപ്പോസ് ഞാൻ വളരെ റഫായിട്ടൊരു ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. ഇതൊരു കോശമാണെങ്കിൽ ഇതാണല്ലേ കോശദ്രവ്യം. ഓക്കെ, ഇതാണ് കോശദ്രവ്യം. എന്താണ് കോശദ്രവ്യം എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? കോശദ്രവ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജെല്ലി പോലുള്ളൊരു സബ്സ്റ്റൻസ് ആണല്ലേ കോശത്തിനകത്തെ. അപ്പം ഇതിനകത്ത് കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ട് കാണപ്പെടും. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ റൈബോസോം എവിടെയെങ്കിലും കോശദ്രവ്യത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടാകും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അന്തർദ്രവ്യ ജാലികയോട് ചേർന്ന് കാണപ്പെടുന്നു. അന്തർദ്രവ്യ ജാലിക എന്ന് വെച്ചാൽ എന്താ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ, അന്തർദ്രവ്യ ജാലിക. ഇതിപ്പോൾ അന്തർദ്രവ്യ ജാലികയാണെങ്കിൽ ഇതിനോട് ചേർന്നും റൈബോസോം കാണപ്പെടും. ഓക്കെ, റഫ് ഡയഗ്രം ആണ് കേട്ടോ. അപ്പം ഇതിനോട് ചേർന്നും ഇതിങ്ങനെ ചേർന്നും കാണപ്പെടും. അന്തർദ്രവ്യ ജാലികയോട് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് റൈബോസോം കാണപ്പെടും. ഓക്കെ, അപ്പം ഇങ്ങനെ അന്തർദ്രവ്യ ജാലികയോട് ഒട്ടിച്ചേർന്ന് കാണപ്പെടുന്ന റൈബോസോമിനെയാണ് നമ്മൾ റൈബോസോം ഒട്ടിപ്പിടിച്ച് കാണുന്ന അന്തർദ്രവ്യ ജാലികയെ പറയുന്നതാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, അതായത് റൈബോസോം എന്ന് പറയുന്നത് സ്വതന്ത്രമായി കാണപ്പെടും, അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലികയോട് ചേർന്ന് കാണപ്പെടും. അങ്ങനെ റൈബോസോം കാണപ്പെടുന്ന അന്തർദ്രവ്യ ജാലികയ്ക്ക് പറയുന്ന പേരാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നുള്ളത്. ഓക്കെ, ഇനി പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഇതാണ് റൈബോസോമിൻ്റെ യഥാർത്ഥ ഫംഗ്ഷൻ. എന്താണ് റൈബോസോമിൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു കേട്ടോ. പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഏതെങ്കിലും ഒരു കോശഭാഗത്തിൻ്റെ മോഡൽ നിർമ്മിക്കുക. അവയുടെ ഓക്കെ, അത് നമുക്ക് ആവശ്യമില്ല. റൈബോസോം എന്ന് പറയുന്നത് കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ അന്തർദ്രവ്യ ജാലികയോട് ചേർന്നോ കാണപ്പെടും. പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട കോശാംഗങ്ങൾ. ഓക്കെ, പ്രധാനപ്പെട്ട കോശാംഗങ്ങൾ ഇത്രയുമാണ്. അടുത്തത് സസ്യകലകളാണ് കേട്ടോ. അപ്പം നമുക്കറിയാം, നമ്മുടെ എല്ലാ ജീവികളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോശം കൊണ്ടാണല്ലേ. അപ്പം ഒരു കോശമല്ല, നിരവധി കോശങ്ങളാണ് ഉള്ളത്, നമുക്കതറിയാം. അപ്പം അങ്ങനെ കോശങ്ങൾ ചേർന്ന് ഒരുപാട് കോശങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള കോശങ്ങളുടെ കൂട്ടമാണ് എന്താ നമ്മുടെ പാഠത്തിൻ്റെ പേര്? കോശവും കോശജാലവും അല്ലേ. കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. ഇംഗ്ലീഷിൽ ടിഷ്യൂ എന്ന് പറയും. ഓക്കെ, ടിഷ്യൂ എന്ന് പറയും. അപ്പം നമുക്ക് പിന്നെ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കലകളിൽ, അതായത് ഇതൊരു കലയാണെങ്കിൽ ഇതിനകത്ത് ധാരാളം കോശങ്ങളുണ്ട്. ഇതെല്ലാ കോശങ്ങളും സെയിം ധർമ്മമായിരിക്കും, ഒരേ ധർമ്മമായിരിക്കും ഈ എല്ലാ കോശങ്ങളും ചെയ്യുന്നത്. കലകൾ എന്നാൽ കോശങ്ങളുടെ കൂട്ടമാണ്. ഒരു കലയിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കോശങ്ങളും ഒരേ ധർമ്മമാണ് ചെയ്യുന്നത്. കണ്ണെന്ന് പറയുന്ന അവയവത്തിൽ അടങ്ങിയിട്ടുള്ള എല്ലാ കോശങ്ങളും കാഴ്ചയ്ക്ക് സഹായിക്കുന്നവയാണ് അല്ലേ. അപ്പം അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഈ സസ്യകലകൾ എന്നുള്ള പോർഷൻ അടുത്ത പാർട്ടായിട്ട് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.